ആ സമയം അപ്പം മുറിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ പ്രശ്നം മുറിയപ്പെടും. എനിക്ക് പറയാനൊരു 100 കണക്കിന് സാക്ഷ്യമുണ്ട്. അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇപ്പം അച്ഛന്മാരോട് ഒത്തിരി പേര് ആൾക്കാർ പ്രാർത്ഥന നിയോഗങ്ങൾ പറയുമല്ലോ. അച്ഛൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എൻ്റെ ഈ നിയോഗം ഓർക്കണേ. അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ്. അതൊരു ദൈവദൂത് പോലെ ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏത് ആരാധനാക്രമത്തിൽ സിറോ മലങ്കരയോ മലബാറോ ലാറ്റിൻ ആരാധനാക്രമത്തിൽ ബലിയർപ്പിക്കുമ്പോഴും പുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ആ ഈശോയുടെ ശരീരം മുറിക്കുന്നുണ്ടല്ലേ? മുറിക്കുന്നുണ്ട്. മുറിച്ചിട്ടാണ് അത് പിന്നെ രക്തത്തിൽ മുക്കുന്നു. റോസ്മ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം. ലത്തീൻ ആരാധനാക്രമത്തിലാണെങ്കിൽ എടുത്തുയർത്തി ഇതാ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ ആരാധനാക്രമങ്ങളിലും ഈ മുറിക്കുന്നൊരു ശുശ്രൂഷയുണ്ട്. അമ്മേനോട് പറഞ്ഞതാണ്, ആ മുറിക്കുന്ന സമയത്ത് എന്നോട് ചിലപ്പോൾ ഒരു 100 പേര് പല നിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിനക്കറിയാലോ മോനെ, ഒരു പുരോഹിതന നിലയിൽ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരിൽ ഏറ്റവും സങ്കടമുള്ളവർ, ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർ, ഇല്ലെങ്കിൽ നിൻ്റെ തന്നെ ഒരു പ്രശ്നം ആയിക്കൊള്ളട്ടെ, നിൻ്റെ ഏറ്റവും വലിയ സങ്കടത്തെ ഈശോയുടെ ശരീരം മുറിക്കുന്ന ശുശ്രൂഷ സമയത്ത് ഓർക്കാൻ പറഞ്ഞു. പാവൊരമ്മയുടെ തിയോളജിയാണ്. ആ സമയത്ത് അത് മുറിക്കണം. ഈശോയുടെ ശരീരം മുറിയപ്പെടുന്ന സമയം, അങ്ങനെ മുറിക്കാൻ പുരോഹിതനൊരു അനുവാദവും അനുഗ്രഹവും കിട്ടുന്നൊരു സമയം. നീ അപ്പം മുറിക്കുന്നത് അപ്പമല്ല, ആ സമയം അപ്പം മുറിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ പ്രശ്നം മുറിയപ്പെടും. എനിക്ക് പറയാനൊരു 100 കണക്കിന് സാക്ഷ്യമുണ്ട്. അതായത് വിശുദ്ധ കുർബാന മുറിക്കുന്ന, ഈശോയുടെ ശരീരം മുറിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിയോഗം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഇടവകയിലെ വൈദികർ നിങ്ങൾ ബലിയർപ്പിക്കുന്ന സമയത്ത് അവർ ഈശോയുടെ ശരീരം മുറിക്കുന്ന ആ സമയം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ആ പ്രാർത്ഥന അറിയാം. ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഈശോയെ നിൻ്റെ ശരീരം മുറിക്കപ്പെടുന്ന ഈ സമയത്ത് എൻ്റെ ഈ പ്രശ്നത്തെ മുറിക്കണേ. വീട്ടിലൊരു പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ രോഗമായിരിക്കാം, നിങ്ങളുടെ ഒരു പരാജയമായിരിക്കാം, ഇത് മുറിക്കണം, ചിത്രിച്ച് കളയണം. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ എടുത്ത് വാഴ്ത്തി മുറിച്ചു. 4ാമത് ചെയ്ത കാര്യം അത് വിളമ്പി കൊടുത്തു. എന്ന് വെച്ചാൽ ബലിയർപ്പിച്ച ഒരുത്തൻ്റെ ജീവിതം ഉപകാരമില്ലാത്തതായി പോകത്തില്ല, അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരാളുടെ ജീവിതം എടുത്ത് വാഴ്ത്തി മുറിച്ച് അനേകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമാക്കി നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തനെ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുതൽ നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ ബലികൾ ഏറ്റവും ഒരുക്കത്തോടെ നമ്മൾ മുട്ടുകുത്തിയെന്നും കൈവിരിച്ചു പിടിച്ചും എഴുന്നേറ്റെന്നും ഇരുന്നും ഒക്കെ ആരാധിച്ചുകൊണ്ടാണ്. വലിയൊരു സഭയുടെ ഏറ്റവും വലിയ ആരാധന നമ്മുടെ ശരീരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആരാധിക്കുന്നത്. ഈശോ നമുക്ക് ആ ശരീരം തന്നു. നമ്മൾ ആ ശരീരം, നമ്മുടെ ശരീരം ഉപയോഗിച്ച് ഈശോയെ ആരാധിക്കുകയാണ്. നിങ്ങൾ ഇരുന്ന് ബലിയർപ്പണത്തിൻ്റെ സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കണം, യോഹന്നാനെ പോലെ മറിയത്തെ പോലെ ഈശോയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. കിട്ടുന്നുണ്ടോ? വചനം വായിക്കുന്ന സമയത്തൊക്കെയാണ്, ഇല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ സമയം ഇരിക്കുക. ആ സമയത്ത് അച്ഛൻ്റെ പ്രസംഗം എന്താണ്, അച്ഛൻ ഇത് എപ്പോൾ നിർത്തും, ഒന്നും ഓർത്തോണ്ടിരിക്കല്ലേ, ഞാൻ ആരുടെ അടുത്തിരിക്കുകയാണ്. കുർബാനയുടെ സമയത്ത് ഇരിക്കുന്ന ഓരോ സമയം ഓർക്കണം, ഈശോയുടെ നെഞ്ചോട് യോഹന്നാൻ ചേർന്നിരുന്ന പോലെ, ഈശോയുടെ കാൽച്ചോട്ടിൽ മറിയം ചേർന്നിരുന്നത് പോലെയാണ് കുർബാനയുടെ സമയത്ത് നമ്മൾ ഇരിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിൽക്കുന്ന സമയത്ത് തന്നെ ഓർക്കണം എന്നറിയോ, ഒത്തിരി വ്യാഖ്യാനങ്ങൾ സഭ നമുക്ക് തരുന്നുണ്ട്. അച്ഛൻ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നതാണ്. നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, ഈശോ നിൽക്കുന്നതായിട്ട് സ്റ്റേഫാനോസ് കാണുന്നുണ്ട്. എപ്പോഴാണ് ഈ സ്റ്റീഫൻ ഈ കല്ലേറ് കൊള്ളുന്ന സമയത്ത് ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഒരു അർത്ഥം ഇതാണ്, മോനെ സ്റ്റീഫ, ഈ വേദന, ഈ കല്ലേറൊന്നും അല്ല, നമ്മൾ ജയിച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. എഴുന്നേറ്റ് കർത്താവ് നിൽക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു, അവന്റെ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 144,000 പേരും. നിൽക്കാന്ന് വെച്ചാൽ ഒരു അധികാരത്തിന്റെ, വിജയത്തിന്റെ അടയാളമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങൾ നിന്നുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സമയത്തെല്ലാം ഓർക്കണം, വിജയിച്ച കർത്താവിന്റെ കൂടെ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ സങ്കടത്തിന്റെ മേൽ, എൻ്റെ രോഗത്തിന്റെ മേൽ, എൻ്റെ വേദനകളുടെ മേലെല്ലാം ഞാൻ വിജയിച്ചിരിക്കുന്നു. കാരണം ഇതിന്റെ മേലെല്ലാം ഈശോ വിജയിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ഇരിക്കുമ്പോ ആരുടെ അടുത്തിരിക്കുന്നു? ഈശോയുടെ അടുത്ത്. നിൽക്കുമ്പോ വിജയിച്ച, സ്വർഗത്തിൽ എഴുന്നള്ളി നിൽക്കുന്ന ആ കുഞ്ഞാടിന്റെ കൂടെ ഞാനും വിജയിച്ച് നിൽക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം, വിശുദ്ധ കുർബാനയിൽ പല ആരാധനാക്രമങ്ങളിൽ പല സമയങ്ങളാണ് മുട്ടുകുത്തി നിൽക്കുക. ഓരോ തവണ നിങ്ങൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഓർത്തോണം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, ഇത്
ഈശോയുടെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങുന്നതിന് വേണ്ടിയാണ്. ആ മുട്ട് മടങ്ങുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആരാധന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയമാണ്. എൻ്റെ അടുത്തിരുന്ന ഈശോ, എൻ്റെ കൂടെ നിന്ന ഈശോ, ആ ദൈവത്തെ ഞാൻ സർവവും സമർപ്പിച്ച് ആരാധിക്കുന്ന സമയമാണ്. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക.